10ാം ക്ലാസ്സിലെ ഹിന്ദി ആദ്യത്തെ ഭാഗം ഹിന്ദിയിലെ യുവകവി പ്രഭാത് എഴുതിയ ബീർബഹുട്ടി എന്ന കഹാനിയാണ്. പ്രസ്തുത കഥയിൽ ബേല എന്ന പെൺകുട്ടിയുടെയും സാഹിൽ എന്ന ആൺകുട്ടിയുടെയും ഹൃദയസ്പർശിയായ കഥയാണ്. ഇവർ രണ്ടുപേരും ഒരേ സ്കൂളിൽ 5ാം ക്ലാസ്സിൽ പഠിക്കുന്നവരാണ്. ഇവരുടെ സ്കൂളിൽ 5ാം ക്ലാസ് വരെയുള്ളൂ. 5ാം ക്ലാസ്സിൽ നിന്നും 6ാം ക്ലാസ്സിലേക്ക് പാസ്സായ ഇരുവരും വ്യത്യസ്ത സ്കൂളിലേക്ക് പോകുമ്പോൾ ആ വിടപറയൽ വരെയുള്ള ഭാഗങ്ങളാണ് ഈ പാഠഭാഗത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വളരെ ഹൃദയസ്പർശിയായ ഈ കഥ പ്രഭാത് മനോഹരമായി തന്നെ ആവിഷ്കരിച്ചിരിക്കുന്നു. നമുക്ക് പാഠഭാഗത്തിലേക്ക് കിടക്കാം. 10ാം ക്ലാസ്സിലെ 80% കുട്ടികളും വളരെ ഫ്ലുവൻ്റായിട്ട് ഹിന്ദി വായിക്കാൻ ബുദ്ധിമുട്ടുന്ന ആളുകളാണ്. 10% കൂടുതൽ ആളുകൾ 10 മുതൽ 20% ആളുകൾക്ക് ഹിന്ദി ഡീൽ ചെയ്യാൻ അറിയാമെങ്കിലും 10% ഓർ 5% താഴെ കുട്ടികൾക്ക് മാത്രമാണ് വളരെ ഒഴുക്കോടുകൂടി ഹിന്ദി വായിക്കാൻ പറ്റുന്ന കുട്ടികളുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ സ്ലോവിലാണ് പാഠഭാഗങ്ങൾ വായിക്കുന്നത്. ഒപ്പം നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് ഇതിൽ വെച്ച് ഇതുപോലെ വായിച്ച് പഠിക്കണം. അറിയാത്ത വാക്കുകൾ ഇതിൽ നോക്കി ഞാൻ വായിക്കുന്നത് കേട്ട് നിങ്ങൾക്കൊപ്പം വായിക്കാം. അർത്ഥങ്ങളും ഇതിൻ്റെ ഒപ്പം തന്നെ പറയുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഓക്കെ, പാഠഭാഗത്തിലേക്ക് പോകാം. ബീർബഹുട്ടി എഴുതിയത് പ്രഭാത്. കഹാനി എന്നാൽ കഥ. ആദ്യത്തെ പാരഗ്രാഫ്, ഫസ്റ്റ് പാരഗ്രാഫ്. ബാദൽ ബഹുത്ത് ബരസ് ലിയത്തെ. വളരെയധികം മഴ പെയ്തിരുന്നു. മഴ നന്നായി പെയ്തിരുന്നു. ബാദൽ എന്ന് പറഞ്ഞാൽ മേഘം, ബരസന എന്ന് പറഞ്ഞാൽ പെയ്യുക, മേഘം പെയ്യുക എന്ന് പറഞ്ഞാൽ മഴ പെയ്യുക. ഫിർബി എന്നിട്ടും, ബഹുത്ത് സാരാ പാനി വളരെയധികം വെള്ളം, ഉസ്മേ ബച്ചാ ഹുവ അതിൽ അവശേഷിച്ചിരുന്നു. അതിൽ എന്ന് പറഞ്ഞാൽ മേഘത്തിൽ. വേ അവ അതായത് ആ വെള്ളം, ഗേത്തോം പാടം, ഗേത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാടം അല്ലെങ്കിൽ വയലുകളിലും, ജംഗലോം കെ ഊപ്പർ, ഖേത്തോം ഔർ ജംഗലോം കെ ഊപ്പർ പാടം വയലുകളുടെയും കാടുകളുടെയും മുകളിൽ, ഊപ്പർ ഛായേ ഹുയത്തെ നിഴൽ വിരിച്ചിരുന്നു. സാര ആകാശ് മേഘം സെ ബരാത്ത, സാര മുഴുവൻ, സാര ആകാശ് ആകാശം മുഴുവൻ, മേഘം സെ ബരാത്ത മേഘത്താൽ മൂടപ്പെട്ടിരുന്നു. ബർണ എന്ന് പറഞ്ഞാൽ മൂടുക എന്നർത്ഥം. മേഘം സെ എന്ന് പറഞ്ഞാൽ മേഘങ്ങളാൽ, മേഘം കൊണ്ട്. മേഘം കി ഛായാവോമേം, മേഘം കി ഛായാവോമേം, മേഘം കി എന്ന് പറഞ്ഞാൽ മേഘങ്ങളുടെ, ഛായാവോമേം അവയുടെ തണലിൽ അല്ലെങ്കിൽ നിഴലിൽ. ഗീലി ഹവായെ, ഗീലി എന്ന് പറഞ്ഞാൽ ഗീലിന പറഞ്ഞാൽ നനയുക, ഗീലി ഹവ എന്ന് പറഞ്ഞാൽ നനഞ്ഞ കാറ്റ് എന്ന് പറഞ്ഞാൽ തണുത്ത കാറ്റ് എന്നർത്ഥം. ഗീലി ഹവായെ തണുത്ത കാറ്റ്. ഇതർ ഉദർ അവിടെയും ഇവിടെയും, ഗൂമുരഹീത്തി ചുറ്റിക്കറങ്ങിയിരുന്നു. മേഘങ്ങളുടെ തണലിലുള്ള തണുത്ത കാറ്റ് അവിടെയും ഇവിടെയും ചുറ്റിക്കറങ്ങിയിരുന്നു. പേടോം കെ, പേട് പറഞ്ഞ മരം, പേടോം കെ തനെ മരത്തടി, മരത്തിൻ്റെ തടി. അബീബി ഗീലത്തെ ഇപ്പോഴും നനഞ്ഞിരുന്നു. മുക്ഫലി എന്ന് പറഞ്ഞാൽ നിലക്കടല, പുട്ടുകടലില്ലേ അതിൻ്റെ കടല. മുക്ഫലിയോം കെ ഹരഗേത്തോം നിലക്കടലയുടെ പച്ചപ്പാടങ്ങൾ, പച്ചവയൽ. ഗേത്തോമേൻ പീലെ ഫൂൽ, പീല എന്ന് പറഞ്ഞാൽ മഞ്ഞ. പീലെ ഫൂൽ നിലക്കടലയുടെ പച്ചപ്പാടങ്ങളിൽ, പീലെ ഫൂൽ അതിലെ മഞ്ഞപ്പൂക്കൾ. അബീബി ഗീലേത്തെ ഇപ്പോഴും നനഞ്ഞിരുന്നു. ഗേത്തോമേൻ ചോട്ട ബാജറ ഉഗാത്ത പാടങ്ങളിൽ വയലുകളിൽ, ചോട്ട ബാജറ ചെറിയ ബാജറ തൈകൾ. ബാജറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഉണ്ടാവുന്ന ഒരു ധാന്യമാണ്. ബാജറ എന്ന് തന്നെയാണ് പറയുന്നത്, നമ്മുടെ അവിടെ ഇല്ലാത്തതാണ്. ഗേത്തോമേൻ ചോട്ട ബാജറ ഉഗാത്ത ചെറിയ ബാജറ തൈകൾ മുളച്ചിരുന്നു. ബാജറയ്ക്ക് ലംബെ പത്തലെ പാത്തോമേ, ഈ ബാജറ ചെടികളുടെ ലംബെ പത്തലെ പാത്തോമേ അതിൻ്റെ ഇലയെ കുറിച്ചാണ് പറയുന്നത്. നെല്ലിൻ്റെ ഓല എന്നാ പറയുക, കണ്ടിട്ടില്ലേ? വളരെ നീളമുള്ളതും എന്നാൽ കനം കുറഞ്ഞതുമാണ്. അതുപോലുള്ള ലംബെ നീളമുള്ള, പത്തലെ മെലിഞ്ഞ, പാത്തോമേം പാത്ത് എന്ന് പറഞ്ഞാൽ പത്ത എന്നർത്ഥം. ഈ ഇലയിൽ
പാനിക്ക് ബൂന്തേം അടുക്കി ഹുയിത്തി, വെള്ളത്തുള്ളികൾ തൂങ്ങിക്കിടക്കുക. ഈ സിനിമയിലെ കണ്ടിട്ടില്ലേ, നെല്ലിൻ്റെ ഇലയുടെ തുമ്പത്ത് വെള്ളം അങ്ങനെ തുള്ളി എന്നിട്ട് ഒരു ക്യാമറയിൽ ഒരു നല്ല ഒരു ഡയമണ്ട് പോലെ ചിലപ്പോൾ ഇങ്ങനെ തിളങ്ങുന്നതായിട്ട് കാണിക്കും. അതുപോലെ ഈ ബാജറ ചെടിയുടെ നീളമുള്ളതും കനം കുറഞ്ഞതുമായ ഇലയുടെ തുമ്പത്ത് വെള്ളത്തുള്ളികൾ തൂങ്ങിക്കിടക്കുന്നുണ്ടായിരുന്നു. ബാരിഷ് കി ഹവാമേ മഴക്കാലത്തെ കാറ്റിൽ, ഗീലേ ഗേത്തോ നനഞ്ഞ പാടങ്ങളുടെയും और ബാരിഷ് കി ഹരിയാലിക്ക് മഴക്കാല പച്ചപ്പ്, മഴക്കാലത്തിൻ്റെ ഒരു പച്ചപ്പ് ഉണ്ടാവും, അതിക്ക് ഗന്ധ് അതിൻ്റെ മണവും, ഗുലി ഹുയിത്തി അവിടെ ഇങ്ങനെ തിങ്ങി നിറഞ്ഞിരുന്നു. പ്രകൃതിയെ വർണ്ണിച്ചിരിക്കുകയാണ് ഇവിടെ. ഒന്നിട്ട് പറയാം. അപ്പോൾ നല്ലോണം മഴ പെയ്തിട്ടുണ്ടായിരുന്നു. മേഘങ്ങളിൽ കുറേ വെള്ളം ബാക്കിയുണ്ട്. അവ വയലുകളുടെയും കാടുകളുടെയും മുകളിലൊക്കെ നിഴൽ വിരുത്തിയിട്ടുണ്ടായിരുന്നു. ആകാശം നിറച്ച് മേഘങ്ങളാൽ ചുറ്റപ്പെട്ടിരുന്നു. മേഘങ്ങളുടെ തണുപ്പിൽ തണുത്ത കാറ്റ് അവിടെ ഇവിടെ ഇങ്ങനെ ചുറ്റിക്കറങ്ങിയിരുന്നു. മരത്തിൻ്റെ തടിയൊക്കെ നനഞ്ഞിരുന്നു. നിലക്കടലയുടെ പച്ചപ്പാടങ്ങളിലെ മഞ്ഞപ്പൂക്കൾ ആ പൂക്കളടക്കം നനഞ്ഞിരുന്നു. പാടത്ത് ചെറിയ ചെറിയ ബാജറ ചെടികൾ മുളച്ചിരുന്നു. അവയുടെ നീളമുള്ളതും കുറുത്തതുമായ ഇലയുടെ തുമ്പത്ത് വെള്ളത്തുള്ളികൾ തങ്ങി നിന്നിരുന്നു. മഴക്കാലത്തെ കാറ്റിൽ നനഞ്ഞ പാടത്തിൻ്റെയും മഴക്കാല പച്ചപ്പിൻ്റെയും മണം തിങ്ങി നിറഞ്ഞിരുന്നു. ഇതാണ് ഒന്നാമത്തെ പാരഗ്രാഫിൽ പറയുന്നത്. രണ്ടാമത്തെ പാരഗ്രാഫ്, ഉനേം ബീർബാഹൂട്ടിയം സെ മിൽന ഹോത്താ താ. ഉൻഹേം അവർക്ക് എന്ന് ഉദ്ദേശിക്കുന്നത് ഇതിലെ കഥാപാത്രങ്ങളായ ബേലയെയും സാഹിലിനെയാണ് ഉദ്ദേശിക്കുന്നത്. അവർക്ക് ബീർബാഹൂട്ടിയം സെ മിൽന ഹോത്താ താ, അവർക്ക് ബീർബാഹൂട്ടികളെ കാണണമായിരുന്നു. സോ അതുകൊണ്ട് അവർ സ്കൂളിലേക്ക് ഗർസെ വീട്ടിൽ നിന്ന് കുറച്ച് സമയം മുൻപേ നികൽ ആത്തേത്തെ കുറച്ച് സമയം മുമ്പേ നേരത്തെ വീട്ടിൽ നിന്ന് പുറപ്പെട്ടു. എന്താണ് വീട്ടിൽ നിന്ന് നേരത്തെ പുറപ്പെടാൻ കാരണം കുട്ടികൾക്ക് ബീർബാഹൂട്ടിയെ കാണണം. അതിനു വേണ്ടിയിട്ട് കസ്ബെ സെ സഡേ ഇൻ ഗേത്തോമേം. കസ്ബെ എന്ന് പറഞ്ഞാൽ ചെറിയ പട്ടണം. കസ്ബേക്ക് സഡേ എന്ന് പറഞ്ഞാൽ തൊട്ടടുത്തുള്ള, കസ്ബേക്ക് സഡേ ചെറിയ പട്ടണത്തിൻ്റെ തൊട്ടടുത്തുള്ള ഇൻ ഗേത്തോമേം ഈ വയലുകളിൽ ഈ പാടങ്ങളിൽ ബീർബാഹൂട്ടിയാം ഗോജ കർത്തേത്തെ ബീർബാഹൂട്ടികളെ ഇവരിങ്ങനെ തിരഞ്ഞു നടക്കാറുണ്ട്. സുർക്ക് എന്ന് പറഞ്ഞാൽ റെഡ് കളർ, വളരെ ചുവന്ന നിറമുള്ള. മുലായം എന്ന് പറഞ്ഞാൽ ഒരു പതുത്ത പഞ്ഞു പോലുള്ള. ഗദ്ബതി എന്ന് പറഞ്ഞാൽ ബ്യൂട്ടിഫുൾ, വളരെ ഭംഗിയുള്ള. ബീർബാഹൂട്ടിനെ വർണ്ണിച്ചിരിക്കുന്നത് നല്ല റെഡ് കളർ, ചുവന്ന കളറുള്ള, നല്ല പതുത്ത, അതുപോലെ തന്നെ ഭംഗിയുള്ള ബീർബാഹൂട്ടിയ. ധർത്തി പർ ചൽത്തി ഫിർത്തി ഗുൻകി പ്യാരി പ്യാരി ബൂന്തേ. ധർത്തി എന്ന് പറഞ്ഞാൽ ഭൂമിയാണ് അർത്ഥം. നിലത്തൂടെ ധർത്തി പർ ചൽത്തി ഫിർത്തി ഓടിക്കളിക്കുന്ന. ഖൂൻ എന്ന് പറഞ്ഞാൽ ബ്ലഡ്, ചോര, രക്തം. ഗൂൻകി പ്യാരി ബൂന്തേ നനുത്ത തുള്ളികൾ, നമുക്കിഷ്ടപ്പെടുന്ന തുള്ളികൾ, ചോരത്തുള്ളികൾ, നല്ല ഭംഗിയുള്ള ചോരത്തുള്ളികൾ ഇങ്ങനെ നിലത്ത് കൂടെ. ഭംഗിയുള്ള ചോരത്തുള്ളികൾ എന്ന് പറയാൻ പറ്റില്ല, നമുക്ക് അതിന് കളറിനാണ് പറയുന്നത്. ഓക്കെ, അത് രക്തത്തുള്ളികൾ നിലത്ത് കൂടെ ഓടിക്കളിക്കണ പോലെ നമുക്ക് ഈ ബീർബാഹൂട്ടികളെ കണ്ടാൽ തോന്നും എന്നാണ് ഇവിടെ കഥാകാരൻ പറയുന്നത്. കഥാകൃത്ത് അവരുടെ ബസ്തേ ബാഗുകൾ, ഉൻകി പീട്ട് പർ ലദേ ഹോത്തെ അവർ തോളത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു. കന്തോം പർ ടങ്കേ ഹോത്തെ അതായത് ചുമലിൽ കൂടെ ആ ബാഗിന് വള്ളിയിട്ട് പുറത്തേക്ക് നീക്കി ഇട്ടിരുന്നു കുട്ടികൾ ഇരിക്കുമ്പോൾ. അവരുടെ ബാഗ് ഏക്ക് ദൂസരേക്കോ ബഹുത്ത് നസ്തീക്ക് രഹിക്കർ അവർ ഒരാളുടെ തൊട്ടടുത്താണ് മറ്റാളിരുന്നത്. ബൽക്കി കഹന ചാഹിയെ ബിൽക്കുൽ സഡ്കർ ബീർബാഹൂട്ടിയാം ഗോജത്തെ അവർ ഒരാളുടെ തൊട്ടടുത്തിരുന്നു. രണ്ടുപേരും അടുത്തടുത്ത് ഇരുന്നാണ് ബീർബാഹൂട്ടികളെ തെരഞ്ഞിരുന്നത് എന്നാണ് പറയപ്പെടുന്നത്. उन्हें देखने के लिए वे बारिश की गंध भरी भूरी जमीन पर बैठ जाया करते थे. उन्हें देखने के लिए അവയെ കാണാൻ വേണ്ടി, അവയെന്ന് പറഞ്ഞാൽ ഇവിടെ എന്ന് പറഞ്ഞാൽ ബീർബാഹൂട്ടികളെ കാണാൻ വേണ്ടി. ഉൻഹേം देखने के लिए അവയെ കാണാൻ വേണ്ടി, അതായത് ബീർബാഹൂട്ടികളെ കാണാൻ വേണ്ടി. അവർ ബാരിഷ് കി ഗന്ധ് ഭരി മഴയുടെ ഗന്ധം നിറഞ്ഞ
മഴയുടെ മണം നിറഞ്ഞ, അതാണ് ഗന്ധ്. ബാരിഷ് കി ഗന്ധ്, മഴയുടെ ഗന്ധം. ഭരി നിറഞ്ഞ. ഭൂരി ജമീൻ പർ, ഭൂരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തവിട്ട് നിറം, മണ്ണിൻ്റെ കളറ്. ശ്രദ്ധിച്ചാൽ അറിയാം, മഴക്കാലത്ത് മണ്ണിൻ്റെ നനഞ്ഞ മണ്ണിൻ്റെ കളറല്ലേ. ഭൂരി ജമീൻ പർ ബൈറ്റ് ജായ കാർത്തത്തെ, അതായത് ഈ ബീർബഹുട്ടികളെ കാണാൻ വേണ്ടി അവർ മണ്ണിൻ്റെ ഗന്ധമുള്ള തവിട്ടു നിറമുള്ള നിലത്ത് ഇരിക്കുമായിരുന്നു അവരെ കാണാൻ വേണ്ടിയിട്ട്. ഇതാ കുട്ടികൾ ഇരിക്കുന്ന ചിത്രം കണ്ടില്ലേ? നിലക്കടലുടെ മഞ്ഞ പൂക്കളാണ് അപ്പുറത്ത് കാണുന്നത്. പച്ചപ്പാടം കണ്ടില്ലേ? പാടത്താണ് കുട്ടികൾ ഇരിക്കുന്നത്. ആ പച്ച കളർ കാണുന്നത്. അവിടെ ബീർബഹുട്ടികളെ തിരയുന്നില്ലേ? അതാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ അവിടെ ഒരു ചെറിയ സംഭാഷണം. ബേല देखो इस बीरबहुटी का रंग तुम्हारे रिबन के जैसे लाल है. ബേല എന്ന് പറഞ്ഞ ബേല തന്നെ. ദേക്കോ നോക്കൂ, ബേല നോക്കൂ, നീ നോക്കൂ. അപ്പോൾ പെൺകുട്ടിയുടെ നാട കണ്ട റിബൺ, ആ റിബൺ അവിടെ ചുവപ്പ് കളറാണ്. അപ്പോൾ ദേക്കോ ബേല, ദേക്കോ ബേല നോക്കൂ. ഇസ് ബീർബഹുട്ടി കാ രംഗ്, ഈ ബീർബഹുട്ടിയുടെ കളർ, നിറം, തുമാരെ റിബൺ കെ ജൈസെ ലാൽ ഹെ, നിന്റെ റിബണിൻ്റെ കളർ പോലെ ലാലാണ്. ലാൽ എന്ന് പറഞ്ഞാൽ ചുവപ്പ് നിറം. സാഹിലിനെ കഹ, ആര് പറഞ്ഞു? സാഹിൽ പറഞ്ഞു. സാഹിൽ എന്താണ് പറഞ്ഞത്? സാഹിൽ പറഞ്ഞു, ബേല നോക്കൂ, ഈ ബീർബഹുട്ടിയുടെ നിറം നിന്റെ റിബനെ പോലെ ചുവന്ന കളറാണെന്ന്. തുമ്നെ കുച്ചു സുന ബേല, ബേല, ബേല ആൺകുട്ടിയോട്, സോറി, തുമ്നെ കുച്ചു സുന ബേല, ബേല നീ എന്തെങ്കിലും കേട്ടോ? ബേല സാഹിൽ ചോദിക്കുകയാണ്, ബേല നീ എന്തെങ്കിലും കേട്ടോ? ഹാം സുന, ഞാൻ കേട്ടു. പഹലി ഗണ്ടി ലഗ് ഗൈ ഹേ, ഫസ്റ്റ് ബെല്ലടിച്ചു, ഞാൻ അതിൻ്റെ ശബ്ദം കേട്ടു എന്നാണ് പറയുന്നത്. അപ്പോൾ പറയണേ, സാഹിൽ പറയണേ, ലേക്കിൻ പക്ഷേ മുझे पेन में स्याही ബി ബർവാനി ഹേ ദുകാൻ സേ. ലേക്കിൻ പക്ഷേ മുझे എനിക്ക് പെൻ മേ പേനയിൽ, സ്യാഹി ബി ബർവാനി ഹേ ദുകാൻ സേ എനിക്ക് പീടികയിൽ നിന്നും പേനയിൽ മഷി വാങ്ങിക്കണം. ഓക്കെ, അതാണ് ഒന്നാമത്തെ ഭാഗത്തിൽ പറയാനുള്ളത്. ഓക്കെ, ഞാൻ ഒന്നുകൂടി റിവൈസ് ചെയ്യാം. അപ്പോൾ കാലത്ത് പരിസ്ഥിതി ചുറ്റുപാടിനൊക്കെ വർണ്ണിച്ചു അല്ലേ. അപ്പോൾ ഉന്നെ ബീർബഹുട്ടിയസ് മിൽന ഹോത്താ, അവർക്ക് ബീർബഹുട്ടിനെ കാണാൻ വേണ്ടിയിട്ട് സ്കൂൾ കല്ലിയെ ഗർസെ കുച്ച് സമയം പഹലെ നികൽ ജാത്തത്തെ, സ്കൂളിലേക്ക് ബീർബഹുട്ടി കാണാൻ വേണ്ടിയിട്ട് വീട്ടിൽ നിന്ന് കുറച്ച് നേരത്തെ ഇറങ്ങണം. കസ്ബേസ് സടയിൻ ഗേത്തോമേ, ഈ ചെറിയ പട്ടണത്തിൻ്റെ തൊട്ടടുത്തുള്ള പാടത്ത് ബീർബഹുട്ടിയോ ഓജ അത് തെരഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ ബീർബഹുട്ടി എങ്ങനെ പറയുക? സുർക്ക് മുലായം ഗദ്ബതി. സുർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുവന്ന കളറുള്ള, മുലായം പതുപതുത്ത, നല്ല സോഫ്റ്റായ. ഗദ്ബതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭംഗിയുള്ള ബീർബഹുട്ടിയാണ്, നല്ല സൂപ്പർ സാധനങ്ങളാണ്. പിന്നെ എന്തിനെ പോലെ എന്നാ പറയണേ? ധർത്തി പർ ചൽത്തി ഫിർത്തി ഗുൻകി പ്യാരി പ്യാരി പൂതെ, നിലത്തു കൂടെ ഓടി കളിക്കുന്ന ചോരയുടെ മുത്തുകൾ, ചോരത്തുള്ളികളെ പോലെ. ഉൻകെ ബസ്തെ, തോൾ അവർ പുറത്തിട്ട്, തോളല്ല ബാഗ് അവർ പുറത്തു കൂടെ ഇട്ടുണ്ടായിരുന്നു. അത് ഈ ബാഗ് പുറത്ത് തോളിൽ കൂടെ തൂക്കിയിട്ട് പുറത്തിട്ടിട്ടുണ്ടായിരുന്നു. ഏക്ക് ദൂസരേക്ക്, രണ്ടാളും അടുത്തടുത്താണ് ഇരുന്നിട്ട് ബീർബഹുട്ടിയെ തെരഞ്ഞിരുന്നത്. പിന്നെ ദേക്കിനേക്ക് വലിയ അവർ ഈ ബീർബഹുട്ടികളെ കാണാൻ വേണ്ടിയിട്ട് അവർ മണ്ണിൻ്റെ മണമുള്ള, മഴയുടെ മണമുള്ള തവിട്ട് കളറുള്ള മണ്ണിൽ ഇരുന്നു. അപ്പോൾ ബേല, സാഹിൽ പറയാം, ബേല നോക്കൂ, ഈ ബീർബഹുട്ടികൾ നിന്റെ റിബണ് പോലെ ചുവന്ന കളറാണ്. അപ്പോൾ സാഹിൽ, അപ്പോൾ പറയാണ്, നീ സാഹിൽ പറയാം, നീ ബേല എന്തെങ്കിലും കേട്ടോ? അപ്പോൾ പറയാണ്, ഫസ്റ്റ് ബെല്ലടിച്ചു. അപ്പോൾ സാഹിൽ പറയാണ്, ചെക്കൻ പറയാണ്, എനിക്ക് പീഡിയെന്ന് എൻ്റെ പേനയിൽ മഷി നിറയ്ക്കണം. ഓക്കെ, ഇത്തിരി ഭാഗമാണ് മാത്രം വാർത്തയിലേക്ക്. ഓക്കെ, 1981 का साल, 1981 1981 വർഷം, കൊല്ലവർഷം 1981. രാജസ്ഥാനിലെ ജയ്പൂരിനടുത്തുള്ള നസ്ദീഖ് സവാരി ഗാഡിയോ और मालगाड़ियों से सदा बुरा ഫുലേര ജംഗ്ഷൻ. രാജസ്ഥാനിലെ ജയ്പൂരിന് അടുത്തുള്ള സവാരി ഗാഡി, യാത്രാവാഹനങ്ങളും അവർ മാൽഗാഡിയും ചരക്ക് വണ്ടികളും സദാ ഭര, എപ്പോഴും നിറഞ്ഞു നിൽക്കുന്ന ഫുലേര ജംഗ്ഷൻ, ഫുലേര എന്ന് പറയുന്ന ഒരു ജംഗ്ഷൻ. കസ്ബേക്ക് ലഗ്ബഗ് സൂലി തങ്ക് ഗലിയ, തെരുവ്, ആ പട്ടണത്തിലെ
ലഗ്ബഗ് സൂനി തങ്ക് ഗലിയ, അവിടെയുള്ള വിജനമായ തെരുവുകൾ. ഗലിയോമേം ഗാമോസ് ഗഡെ ബിജലി കെ ഗംബെ, ആ തെരുവുകളിലെ ഗാമോസ് ഗഡെ ബിജലി കെ ഗംബെ, അവിടുത്തെ ഭീമാകാരന്മാരായ ബിജലി കെ ഗംബെ, ഭീമാകാരന്മാരെ പോലെ തോന്നിക്കുന്ന ഇലക്ട്രിക് പോസ്റ്റ്. ഗംബം കെ ബീച്ച് ഗീഞ്ചി താരം കി കതർ, ഗംബം കെ ബീച്ച്, ഗംബ എന്ന് പറഞ്ഞ പോസ്റ്റ് എന്നർത്ഥം. കൊടിമരം എന്നൊക്കെ പറയാറുണ്ട്, ഇവിടെ ഗംബ എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് പോസ്റ്റാണ്, കറണ്ട് കാല്. ഗംബം കെ ബീച്ച്, ഈ ഇലക്ട്രിക് പോസ്റ്റുകൾ ഇടയ്ക്ക് ഗീഞ്ചി വലിച്ചിട്ടുള്ള താരം കി കതാർ, താരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറണ്ട് കമ്പികളുടെ നിര, അഞ്ചെണ്ണം ഉണ്ടാവൂലേ. ഇൻ ഗലിയോമേ ജഹാം തഹാം ദിക്കായി പടുത്തെ മീട്ടി ഗണ്ടിയോം ബച്ചാത്തെ ഫെരിവലെ. ഇൻ ഗലിയോമേ, ഈ തെരുവുകളിൽ, ജഹാം തഹാം, അവിടെ ഇവിടെയായി, ദിക്കായി പടുത്തെ കാണപ്പെടുന്നു, മീട്ടി ഗണ്ടിയോം ബജാത്തെ ഫേരിവാലെ, മധുരമുള്ള മണിയടിക്കുന്ന കച്ചവടക്കാർ, മിഠായി മറ്റു സാധനങ്ങളൊക്കെ തെരുവ് കച്ചവടക്കാർ. ഏക്ക് അന്തേരി സി ഗലീമേൻ, ഏക്ക് അന്തേരി സി ഗലീമേൻ, ഒരു ഇരുട്ട് പരന്ന തെരുവിലി. മേം ചെഹ് സാത്ത് ഗദോം കി ഗുരോം കി ടാപ്പോം കി ആവാസ്. ഏക്ക് അന്തേരി, അവിടെ ഉള്ള ഒന്ന് ഇരുട്ട് പടർന്ന്, മഴ കാരണം കൊണ്ട് ഇരുട്ട് പടർന്ന ഒരു തെരുവിലി. ചെഹ് സാത്ത് 6-7, ഗദോം, ഗദ എന്ന് പറഞ്ഞ കഴുത, ഗദോം കഴുതകൾ, 6-7 കഴുതകളുടെ, ഗുരോം കി ടാപ്പം കി ആവാസ്, അവിടെ കുളമ്പടി ശബ്ദങ്ങൾ, കടക്കടക്കടക്കടക്കടക്കട, കുളമ്പടി ശബ്ദങ്ങൾ. ഉൻകെ പീച്ചെ, അവയുടെ പിന്നാലെ, ഈ 6-7 കഴുതകൾ ഇങ്ങനെ പോകുന്നുണ്ട്, അതിൻ്റെ പിന്നാലെ ചൽത്തായേക്ക് ബദൻ ഉഗാഡെ കുംഹാർ, അതിൻ്റെ പിന്നാലെ നടക്കുന്ന ഒരു ബദൻ ഉഗാഡെ കുംഹാർ, ഒരു കുപ്പായമിടാത്ത കുംഭാരൻ, പാത്രങ്ങളൊക്കെ ഉണ്ടാക്കുന്നതാണ്. ഇസി ദൃശ്യക്ക് ബീച്ചെ സേ, ഈ ദൃശ്യത്തിന് പുറകിലായി, ഗുജർത്തെ ഹുയെ, നടന്നു വരുന്ന, ദോ സ്കൂളി ബച്ചെ, 2 സ്കൂളി ബച്ചെ, 2 സ്കൂൾ കുട്ടികൾ. സ്കൂളി ബച്ചെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 സ്കൂൾ കുട്ടികൾ. ഇവിടെ സ്കൂളി ബച്ചെ. ബേല ഔർ സാഹിൽ, നമ്മുടെ നായകനും നായികയുമായ ബേലയും സാഹിലും. ബേല പെൺകുട്ടി, സാഹിൽ ചക്കൻ. ഉൻ ദിനോം പെൻമേം 5 പൈസമേം നീലി സ്യാഹി ബരി ജാത്തി തീ. ഉൻ ദിനോം, അക്കാലത്ത്, പെൻമേം പേനയിൽ, 5 പൈസമേം 5 പൈസയ്ക്ക്, നീലി സ്യാഹി 5 പൈസയുടെ, നീലി സ്യാഹി നീല മഷി, സ്യാഹി എന്ന് പറഞ്ഞ മഷി, ബരി ജാത്തി തീ, പീടിയെ പോയ 5 പൈസക്ക് മഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഷി ഒഴിച്ചു തരുമായിരുന്നു. സ്റ്റേഷനറിക്ക് ദുക്കാൻ വാലെ, സ്റ്റേഷനറി കച്ചവടക്കാരൻ. ഡ്രോപ്പർസെ, പിന്നെ ഡ്രോപ്പർ എന്നിങ്ങനെ മരപ്പിച്ചിട്ട് മഷി ഇങ്ങനെ എടുക്കില്ലേ. സെ പെൻമേ സ്യാഹി ബർത്തേ തേ, അതിലിങ്ങനെ അമർത്തിയിട്ട് ഈ പേനയിലേക്ക് ഇങ്ങനെ ഒഴിച്ചു തരും. 5 പൈസ കൊടുത്തു കഴിഞ്ഞാൽ ഒരു പേന, ഒരു ടാങ്ക് ഫുള്ളാക്കി തരും പേനയുടെ. ഓക്കെ, അതാണ് പറയുന്നത്. അപ്പം ഇവർ ബെല്ലടിച്ച് സ്കൂളിലേക്ക് പോണ വഴിയുള്ള ആ ഫുലാര ജംഗ്ഷനിലെ തെരുവുകളാണ് പറയുന്നത്. കച്ചവടക്കാരൊക്കെ വന്ന് തുടങ്ങുള്ളൂ, തിരക്കൊക്കെ തുടങ്ങണുള്ളൂ. പെൻമെ കുച്ച് സ്യാഹി ബച്ചി തീ, ഉസേ സാഹിൽ നെ ജമീൻ പർ ചിടക് ദിയ. പേനയിൽ കുറച്ച് മഷി ബച്ചി, പെൻമെ കുച്ച് സ്യാഹി, പേനയിൽ കുറച്ച് മഷി, ബച്ചി തീ അവശേഷിച്ചിരുന്നു, ഉസേ ആ മഷി, സാഹിലിനെ സാഹിൽ, ജമീൻ പർ ചിടക് ദിയ നിലത്ത് ഒഴിച്ചു, നിലത്ത് തൂത്തു. നയി സ്യാഹി ബർവാനെ കെ ലിയെ ദോനോം ദുക്കാൻ പർ പഹുഞ്ചെ. പുതിയ മഷി നിറയ്ക്കാൻ വേണ്ടി 2 ആളും പീടികയിലേക്ക് എത്തി. അതായത് എന്തായാലും പൈസ കൊടുത്ത് പീടികയിൽ നിന്ന് മഷി വാങ്ങണം. അപ്പോൾ മുഴുവനായിക്കോട്ടെ, പൈസ മുതലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എന്തൊക്കെ വെച്ചത്. ഏക് പെൻ സ്യാഹി ബർദോ സാഹിൽ സെ പഹലെ ഹി ബേരാനെ ദുക്കാൻ വാലെ സെ കഹ. സാഹിൽ എന്ന് പറഞ്ഞാൽ ചെക്കൻ്റെ പേനയിലാണ് മഷി നിറയ്ക്കുന്നത്. ഒരു പേന മഷി തായോ, ഈ ചെക്കനേക്കാൾ മുന്നേ പെണ്ണാണ് പറഞ്ഞത്. സാഹിൽ സെ പഹലെ, സാഹിലിനേക്കാൾ മുൻപേ, ഹി ബേലാനെ ദുക്കാൻ വാലെ സെ കഹ, ബേലയാണ് ദുക്കാൻ വാലെ പീഡിയക്കാരനോട് പറഞ്ഞത്. ദുക്കാൻ പീഡിയ, ദുക്കാൻ വാലെ പീഡിയക്കാരൻ, കടക്കാരൻ. ബേട്ടാ സ്യാഹി की बोतल अभी अभी गाली हो गई है. बेटा മോനെ, സ്യാഹി की बोतल മഷിക്കുപ്പി, അബി അബി ഗാലി ഹോ ഗയി ഹെ, ഇപ്പോൾ കഴിഞ്ഞതേ ഉള്ളൂ. അബ് തോ
കൽ ഹി മിൽ പായകി, ഇനിയിപ്പോൾ നാളെ ലഭിക്കുകയുള്ളൂ, നാളെ കിട്ടുള്ളൂ. ലേക്കിൻ लास्ट मांगना, लेकिन इसने तो पेन में जो स्याही भी उसे भी जमीन पर छिड़क दिया. बेല बोली, बेല പറയാണ് लेकिन പക്ഷേ इसने इवन इसने तो पेन में जो स्याही भी है भी थी स्याही थी, लेकिन इसने तो पेन में जो स्याही थी, ഇവൻ പേനയിൽ കുറച്ച് മഷി ഉണ്ടായിരുന്നത് ഉസേ ബി ജമീൻ പർ ചിടക് ദിയ, ഇവൻ പേനയിൽ കുറച്ച് മഷി ഉണ്ടായിരുന്നു, അവൻ അത് നിലത്ത് തൂത്ത് കളഞ്ഞു. അത് പറഞ്ഞപ്പോൾ കടക്കാരൻ പറഞ്ഞ ഒരു പഴഞ്ചൊല്ലാണ്. അത് വളരെ പ്രശസ്തമായി, വേണമെങ്കിൽ കാണാൻ പഠിക്കാം. ബാദൽ കോ ദേഖർ ഗഡേക്കോ നഹി ഡുലാന ചാഹിയെ എന്നോട് പറയാം. ബാദൽ കോ ദേഖർ देखकर, बादल को देखकर गड़े को नहीं डुलाना चाहिए. മഴക്ക, അത് മഴമേഘം, മേഘം കണ്ടിട്ട് കുടം ചെരിച്ച് കളയരുത്. ദുക്കാൻ വാലെ ഭയ്യാനെ കഹ ഔർ പൂച്ച, ദുക്കാൻ വാലെ പറഞ്ഞു, മീഡിയക്കാരൻ പറഞ്ഞു, മേഘം കണ്ടിട്ട്, മഴക്കാറ് കണ്ടിട്ട് കുടം ചെരിച്ച് കളയരുതെന്ന്. മഴ പെയ്ത് കഴിഞ്ഞ് വെള്ളം വന്നാൽ തന്നെ കുടം നിറയുള്ളൂ. അപ്പോൾ മഴ പെയ്യുമെന്ന് വിചാരിച്ചില്ല, വെള്ളം കളഞ്ഞിട്ട് കാര്യമില്ല. അത് നമ്മൾ ഇതിൽ ഒരുപാട് ചൊല്ലുകളുണ്ട്. പിടിച്ചതിനെ കളഞ്ഞിട്ട് പറക്കുന്നതിനെ പിടിക്കരുത്. നമ്മുടെ കയ്യിലൊരു കിളി ഉണ്ടായിരുന്നു, നല്ലത് അപ്പുറത്തോട് പറന്നുമ്പോൾ ഇതിന് വിട്ടു, മറ്റിനെ കിട്ടുന്ന വിചാരിച്ചിട്ട്. അങ്ങനെ കുറേ പഴഞ്ചൊല്ലുണ്ട്. എന്നാലും ഇത് പഠിക്കുന്നത് നല്ലതാണ് കേട്ടോ. ദുക്കാൻ വാലെ ഭയ്യനെ കഹ അവർ പൂച്ച കോൺ സി മേ പഠിത്തേ ഹോ, നിങ്ങൾ ഏതിലാണ് പഠിക്കണേ, എത്രാം ക്ലാസ്സിലാണ് പഠിക്കണമെന്ന് വീഡിയോക്കാരൻ ചോദിച്ചു. ഇവനെച്ചാൽ മഷി കിട്ടാത്ത ദേഷ്യമാണ് അല്ലേ. പാഞ്ച്വി മേ, 5ാം ക്ലാസ്സിൽ. സാഹിലെ ഐസെ ബുരെ മനസെ ബദായ ജൈസെ പാഞ്ച്വി മേ പഠന പാബു ഹോ. പാഞ്ച്വീൻ എന്ന് പറഞ്ഞാൽ 5ാം ക്ലാസ്സിൽ, 5ാമത്തേതിൽ എന്നൊക്കെ അർത്ഥം. പാഞ്ച്വീൻ, 5 എന്ന് പറഞ്ഞാൽ 5, പാഞ്ച്വി മേ 5ാം ക്ലാസ്സിലാണെന്ന്. സാഹിലിനെ ഐസെ ബുരെ മനസെ ബദായ, അവൻ ഒരു ദേഷ്യം മുഷിപ്പുള്ള രീതിയിൽ പറഞ്ഞു. ജൈസെ പാഞ്ച്വീൻ മേ പഠന പാപോ, 5ാം ക്ലാസ്സിൽ പഠിക്കുന്നത് എന്തോ വലിയ പാപം ആണ് എന്ന രീതിയിലാണ് പറഞ്ഞത്. രണ്ടാളെ ഒന്നാണ്. അപ്പോൾ പിടികൾ വരുന്നത് രണ്ടാളും 5ാം ക്ലാസ്സിലാണ്. ദുക്കാൻ വാല ബയ്യനെ കഹ, പീഡിയക്കാരൻ ബയ്യ ചോദിച്ചു, നിങ്ങൾ രണ്ടാളും കഹ എന്ന് പറഞ്ഞാൽ പറഞ്ഞു എന്ന് ചോദിച്ചു എന്നൊക്കെ അർത്ഥം. നിങ്ങൾ രണ്ടാളും 5ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഹാ ദോനോ, അതെ ഞങ്ങൾ രണ്ടാളും. और हम दोनों का सेक्शन भी एक ही है, ഞങ്ങൾ രണ്ടാളും ഒരേ സെക്ഷനിലാണ് പഠിക്കുന്നത്. बेला ने ऐसे गुस्स होकर बताया जैसे यह कोई बहुत बड़ी बात हो. ഇതെന്തോ വലിയ സംഭവമാണെന്നുള്ള രീതിയിലാണ് ആര് പറഞ്ഞത്, ബേല പറഞ്ഞത്. സാഹിൽ എന്തോ പാവം വേറെ രീതിയിൽ, മോശം രീതിയിൽ പറഞ്ഞു, ഇവന് നല്ല രീതിയിൽ. 2 കുട്ടികളുടെ ആറ്റിറ്റ്യൂഡാണ് ഇതിലൂടെ പറയുന്നത്. ഇത് ക്ലാസ്സിലെ കാര്യമാണ് പറയുന്നത് കേട്ടോ. അടുത്ത പേർക്കാം. ക്ലാസ് മേം ദോനോം പാസ് പാസ് ബൈഠത്തെ ഹേ. ക്ലാസ് മേം, ക്ലാസ്സിൽ, ദോനോം 2 പേരും, പാസ് പാസ് ബൈഠത്തെ തെ, അടുത്തടുത്താണ് ഇരുന്നിരുന്നത്. കോപ്പി മേം കാം കർണേ, കോപ്പി പറഞ്ഞ പുസ്തകം എന്നാണ് ഉദ്ദേശിച്ചിരുന്നു. കോപ്പി മേം കാം കർത്തെ ടോ ദോനോം കോപ്പി മേം കാം കർത്തെ, രണ്ടാളും പുസ്തകത്തിൽ എഴുതാണെങ്കിൽ രണ്ടാളും പുസ്തകത്തിൽ എഴുതും. കിതാബ് പഠനേ ടോ ദോനോം കിതാബ് പഠിക്കും, പുസ്തകം വായിക്കുകയാണെങ്കിൽ രണ്ടാളും പുസ്തകം വായിക്കും. ബൽക്കി പാട് ഹി ഏക്ക് ഹി പഠിത്തേ, പഠിക്കുകയാണെങ്കിൽ ഒരാൾ എന്തോ പാടാണ് പഠിക്കുന്നത്, അടുത്താലും അതേ പാടാം. സാഹിൽ ചമക്കുടി സൻ 57 വഹ് തൽവാർ പുരാനി തി. സാഹിൽ വായിക്കാണ്, ചമക്കുടി തിളങ്ങുന്ന സൻ 57 ചമക്ക് ഉടി സൻ 57 യഹ് തൽവാർ പുരാനി തി. 57 തിളങ്ങുന്ന ഈ വാള് പഴയതാണ് എന്ന് സാഹിൽ വായിച്ചു കഴിഞ്ഞാൽ പഠിത്താത്തോ ബേലാബി, ബേലയും ചമക്കുടി സൻ 57 വഹ് തൽവാർ പുരാനിറ്റി. അവനേതാണോ വായിക്കുന്നത് അവൾ വായിക്കും, അവളേതാണോ വായിക്കുന്നത് അത് അവൻ വായിക്കും, പഠിക്കാം. ബേല കഹത്തി ബഹൻ ജി പാനി പീനെ ചലി ജാവു. ബേല പറയാണ് വെള്ളം കുടിക്കാൻ പോട്ടെ എന്ന് പറഞ്ഞാൽ സാഹിലും പറയും ബഹൻ ജി പാനി പീനെ ചല ജാവു.
അതുപോലെ അടുത്ത സംഭവമാണ് പറയുന്നത്. गणित के माट साहब सुरेंद्र जी का पीरियड गेलगंडी के बाद आता था. गणित के माट साहब गणित കണക്കിന്റെ അധ്യാപകൻ മാഷ് സുരേന്ദർ ജി കാ പീരിയഡ് സുരേന്ദ്ര മാഷിന്റെ പീരീഡ് ഗേൽഗണ്ടി കെ ബാദ് ആത്താ താ ഡ്രില്ലിന്റെ പീരീഡ് ഉണ്ടാവും. അവർക്ക് കളിക്കാൻ പോകുന്ന ഒരു പീരീഡ് ഉണ്ടാവും. അതിനുശേഷമാണ് ബച്ചെ ഉൻസെ കാമ്പ് തേത്തെ ബച്ചെ കുട്ടികൾ ഉൻസെ അദ്ദേഹത്തിന് കാമ്പ് തേത്തെ പേടിച്ചിരുന്നു. അവർ ഗേൽഗണ്ടി ബന്ദ് ഹോനേസെ അതായത് ഈ ഡ്രിൽ പീരീഡ് അവസാനിക്കുന്നതിൻ്റെ 2 മിനിറ്റ് പഹലെ 2 മിനിറ്റ് മുൻപ് ഹി 2 മിനിറ്റ് മുമ്പ് തന്നെ അപ്പനി ജഗഹോം പർ ആക്കർ ബൈറ്റ് ജാത്തേ തെ. അതായത് ഈ പി ടി പീരീഡ് കഴിയുന്നതിൻ്റെ തൊട്ട് മുമ്പ് 2 മിനിറ്റ് മുമ്പ് തന്നെ കുട്ടികൾ ക്ലാസ്സിലെത്തിയിട്ടുണ്ടാവും. അത്ര പേടിയായിരുന്നു ഈ സുരേന്ദ്രൻ മാസ്റ്ററുടെ പീരീഡ്. ആ മാഷയുടെ പേടിയാണ്. ഇനി ഇവിടെ നോക്കൂ. സുരേന്ദർ ജി മാട്ട് സാബ് ഇസി പീരിയഡ് മേം കാപ്പി ചാഞ്ചത്തെ. ഈ പീരീഡ് സുരേന്ദ്രൻ മാഷ് പുസ്തകം നോട്ട് ബുക്ക് ചെക്ക് ചെയ്യാണ്. കോപ്പി എന്ന് പറഞ്ഞ നോട്ട് ബുക്ക് എന്നാണ് ഉദ്ദേശിക്കുന്നത്. जरा भी गलती पर बच्चों को इधर उधर फेंक देते थे या झापड़ मारते थे. ചെറിയ നിസാരമായ മിസ്റ്റേക്കിന് പോലും പുസ്തകം വലിച്ചെറിയുക, അതുപോലെ തന്നെ കുട്ടികളെ തല്ലുക, അത്തരത്തിലുള്ള കലാപരിപാടികൾ മാഷ് നടത്തിയിരുന്നു. ഉനക്ക ഹാത്ത് ചല്ല ഹുരു ഹോത്താത്തോ രുക്കന ബോൽ ജാത്താത്ത. കുട്ടികളെ തല്ലാൻ തുടങ്ങി കഴിഞ്ഞാൽ തല്ലൽ അവസാനിപ്പിക്കാൻ അദ്ദേഹം മറന്നിരുന്നു. ഒരു മോട്ടർ അടിച്ച പോലെയാണ് അദ്ദേഹം തല്ലുന്നതെന്ന്. തല്ലി കഴിഞ്ഞാൽ നിർത്തില്ല. ഏക്ക് ദിൻ ഇനിയിപ്പോൾ ഒരു സംഭവം പറയാണ്. ഏക്ക് ദിൻ സുരേന്ദർ ജി മാട്ട് സാബിനെ ബേല കെ ബാലോ മേ പഞ്ച ഫസായ. ഏക്ക് ദിൻ ഒരു ദിവസം സുരേന്ദർ ജി മാട്ട് സാബ് ബേല കെ ബാലോ മേ പഞ്ച ഫസായ ബേലയുടെ മുടി പിടിച്ചു വലിച്ചു. പക്ഷേ ഷായത് ഒരു പക്ഷേ जिस गलती को पाकर वे उसके बाल पकड़कर फेंकने वाले थे. ജിസ് ഗൽത്തി കോ പാക്കർ എന്ത് തെറ്റ് കണ്ടിട്ടാണോ, ജിസ് ഗൽത്തി കോ പാക്കർ ഏത് തെറ്റ് കണ്ടിട്ടാണോ, വേ അദ്ദേഹം ഉസ്കെ ബാൽ പക്കടുക്കർ ഫേങ്കിനെ വാലത്തെ ബാൽ ബേലയുടെ മുടി പിടിച്ചു വലിച്ച്. എന്ത് തെറ്റിനാണോ മുടി പിടിച്ചു വലിച്ചത്, ഗൽത്തി തീ നഹി തീ അത് തെറ്റായിരുന്നില്ല എന്ന് പറഞ്ഞാൽ മാഷ്ക്ക് തെറ്റ് പറ്റിയതാണെന്ന്. ഓക്കെ, അപ്പൊ കുട്ടറ ഭാഗത്ത് യാതൊരു തെറ്റുണ്ടായിരുന്നില്ലാണ്. ഉൻഹോനെ ബേലാക്കോ ചോദ്യ അദ്ദേഹം ബേലയെ ചോദ്യ വിട്ടു. ഉൻഹോനെ അദ്ദേഹം എന്ന് പറഞ്ഞ സുരേന്ദ്ര മാഷ് ബേലാക്കോ ബേലയെ ചോദ്യ വെറുതെ വിട്ടു. ബേലാക്കെ ഭയഭീത് ചെഹരക്കോ ദേക്കർ ബേലയുടെ ഭയഭീത് ചെഹരെ പേടിച്ചു വിറച്ച മുഖം ദേക്കർ കണ്ടിട്ട്, ബേലയുടെ എങ്ങനെയുള്ള മുഖം, പേടിച്ചു വിറച്ച മുഖം കണ്ടിട്ട് സാഹിൽ ബൂരി തരഹ് ഡർഗയ സാഹില് ഭയങ്കരമായിട്ട് സാഹിലിന് പേടി വന്നു. അവളുടെ പേടിച്ചരണ്ട മുഖം കണ്ടിട്ട് ഒരു വിഷമത്തോടുള്ള പേടിയാണ്. ഓക്കെ, ഉസ്നെ ദേഖാ കി ബേല കെ പാവു അബി ബി കാമ്പ് രഹേത്തെ. ഉസ്നെ ദേഖാ അവൻ കണ്ടു, ബേല കെ പാവ് ബേലയുടെ കാല് അബി ബി കാമ്പ് രഹേത്തെ ഇപ്പോഴും കാൽമുട്ടിങ്ങനെ വിറക്കിടന്നു പേടിച്ചിട്ട്. ജയ്സേ വഹ് ഗഡേ ഗഡേ അബി ഗിർ ആയേഗി ഇതുപോലെ ആ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ഇപ്പം തന്നെ വീഴുന്ന രീതിയിൽ അവളുടെ കാലുകൾ വിറയ്ക്കുന്നത് സാഹിൽ കണ്ടു. സുരേന്ദർ ജി മാട്ട് സാബിനെ കാപ്പി കോ ഉസ്കെ ബൈठने की जगह पर फेंकते हुए कहा. സുരേന്ദർ ജി മാട്ട് സാബ് കാപ്പി കോ പുസ്തകത്തെ ഉസ്കെ ബൈठने की ജഗഹ് പറ സ്ഥലം, ബൈठने की ജഗഹ് എന്ന് പറഞ്ഞാൽ ഇരിക്കുന്ന സ്ഥലത്ത്, ഫേങ്ക്തേ ഹുയെ അവിടേക്ക് എറിഞ്ഞുകൊണ്ട് കഹ പറഞ്ഞു, ബൈറ്റ് അപ്പനി ജഗഹ് പർ ബൈറ്റ് ഇരിക്കി, അപ്പനി ജഗഹ് പർ തൻ്റെ സ്ഥലത്ത്, നിന്റെ സ്ഥലത്ത് ഇരിക്കി എന്ന്. അതായത് ബേല ഇരിക്കുന്ന സ്ഥലത്തേക്ക് പുസ്തകം അവിടേക്ക് വെച്ചു കൊടുത്തിട്ട് വെച്ചു കൊടുക്കല്ല, സുരേന്ദ്രജി മാസ്റ്റർ പറഞ്ഞു അവിടെ ഇരിക്കാം. ബേല കാ മൻ ബഹുത് ഗരാബ് ഹോ ഗയ എന്ന് പറഞ്ഞാൽ ഗരാബ് നശിക്കാൻ നടത്തും. മനസ്സ് നശിക്കല്ല, മനസ്സ് ഭയങ്കര വിഷമം വന്നു, മനസ്സിൽ ഒടുക്കത്തെ വിഷമം വന്നു അവർക്ക് ബേലയ്ക്ക്.
मार साहब चाहे मुझे पीट लेते मगर साहिल के